എന്നാലും മമതാ ബാനർജിക്ക് ഇത് എന്തു പറ്റി? വെറുമൊരു പരാജയമല്ല അവിടെ കാണുന്നത്, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ്. അനധികൃതമായി നിർമ്മിച്ച ഒരു ഫ്ളാറ്റ് സമുച്ചയം പൊളിഞ്ഞടുങ്ങി മൺകൂനയാകുന്നത് പോലെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയോട് വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മമതയുടെ കണ്ടകശനി ആരംഭിക്കുകയായിരുന്നു. ആരും ചോദിച്ചു പോകും, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇനി അവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? കാര്യങ്ങൾ വളരെ ലളിതമാണ്, പക്ഷേ മമതയെ സംബന്ധിച്ച് വലിയ അപകടവുമാണ്. ഡൽഹിയിൽ പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസിന് ആകെ 41 MPമാരാണുള്ളത്. അതിൽ പകുതിയോളം, അതായത് 20 MPമാർ ഇപ്പോൾ BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവർ BJP നേതൃത്വവുമായി സീരിയസ് ആയി തന്നെ ചർച്ചകളും നടത്തി വരുന്നു. ഇനി ഡൽഹിയിലെ കാര്യം വിടാം, ബംഗാൾ നിയമസഭയിലോ? അവിടെ കാര്യങ്ങൾ ഇതിലും ദയനീയമാണ്. 80 തൃണമൂൽ MLAമാരിൽ 58 പേരാണ് മമതയെ ഉപേക്ഷിച്ച് പുറത്തുപോയത്. അവർ വെറുതെ പോവുകയല്ല ചെയ്തത്, നിയമസഭയിൽ യഥാർത്ഥ പ്രതിപക്ഷമായി സ്പീക്കറുടെ അംഗീകാരവും വാങ്ങിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാർ പോലും മമതയെ പൂർണ്ണമായും കൈവിട്ടു. ദീദി ഇപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ BJP കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സത്യം പറഞ്ഞാൽ ഇത്ര വേഗത്തിൽ മമതയുടെ സാമ്രാജ്യം തകരുമെന്ന് BJP പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊന്നും BJP പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതൊന്നുമല്ല. മമതയുടെ സ്വന്തം തെറ്റുകളും അഹങ്കാരവും ജനങ്ങളുടെ കോപവും ഒക്കെയാണ് ഈ വലിയ തകർച്ചയ്ക്ക് കാരണം. അക്രമവും വാളും വെട്ടുകത്തിയും സ്വന്തം കുടുംബത്തെ മാത്രം വളർത്തുന്ന നയങ്ങളും ഒക്കെയായിരുന്നു ഇത്രയും കാലം ബംഗാളിൽ കണ്ടത്. എന്നാൽ 2026 തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകി. സുവേന്ദു അധികാരിയെ പോലുള്ള നേതാക്കളുടെ കീഴിൽ BJP കൊണ്ടുവരുന്ന വികസനവും സമാധാനവും സുരക്ഷയുമാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. നാടിന്റെ ഈ മാറ്റം കണ്ടപ്പോൾ സ്വന്തം MPമാരും MLAമാരും ആ സത്യം തിരിച്ചറിഞ്ഞു. മുങ്ങുന്ന കപ്പലിൽ നിന്ന് അവർ ജനങ്ങൾക്കൊപ്പം യഥാർത്ഥ വികസനത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ യഥാർത്ഥ ഗുണം കിട്ടാൻ പോകുന്നത് ആർക്കാണ്? ബംഗാളിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെയാണ്. ഡൽഹിയിൽ പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കുക മാത്രമല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ബംഗാളിന് ഇതൊരു വലിയ അവസരമാണ്. അവിടെ യുവാക്കൾക്ക് നല്ല തൊഴിൽ ലഭിക്കാൻ, അമ്മമാർക്കും സഹോദരിമാർക്കും പേടിയില്ലാതെ വഴി നടക്കാൻ, പഴയതുപോലെ ബോംബും അക്രമവും ഇല്ലാതെ നാട് വികസിക്കാൻ ഈ മാറ്റം അനിവാര്യമാണ്. പാർലമെന്റിൽ മമതയുടെ ശക്തി കുറയുമ്പോൾ ബംഗാളിന്റെ യഥാർത്ഥ വികസനത്തിനുള്ള വലിയ വാതിലുകളാണ് തുറക്കപ്പെടുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പുതിയ ഇന്ത്യയിൽ ഈ പഴയ ഗുണ്ടാ രാഷ്ട്രീയത്തിനും ഒരൊറ്റ കുടുംബം നാട് ഭരിക്കുന്ന ഏർപ്പാടിനുമൊന്നും ഇനി യാതൊരു സ്ഥാനവുമില്ല എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. ജനങ്ങളുടെ ശക്തിയാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഹങ്കാരത്തിന്റെ കോട്ടകൾ ജനം തന്നെ വോട്ടിലൂടെ തകർത്ത് കളഞ്ഞു. ബംഗാൾ പുതിയൊരു പുലരിയിലേക്ക്, വലിയൊരു മാറ്റത്തിലേക്ക് ഉണരുകയാണ്. ഒന്നുറപ്പിച്ച് പറയാം, ബംഗാളിൽ ദീദിയുടെ കാലം എന്നേക്കുമായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള.